Hello all, welcome back to Aifer Education. Myself Noorbina. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതുപോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിവിടെ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 0 to 2 കൊടുത്തിട്ടുണ്ട്. എന്താ അത് മീൻ ചെയ്യുന്നത്? അതായത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാം, മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെ ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, സോ ഇനി എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോന്നും ബൈ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നാഷണൽ ഇൻകം ഡെഫിനിഷൻ. എന്താ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു പർട്ടിക്കുലർ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ, അതാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം, മലയാളത്തിൽ ദേശീയ വരുമാനം എന്നൊക്കെ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓർ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇക്കോണമി ഇൻ എ ഇയർ. ഒരു ഇക്കോണമിയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളോട് കണ്ടു ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ വി ഷുഡ് ഹാവ് എ ക്ലാരിറ്റി റിഗാർഡിംഗ് ദി കൺസെപ്റ്റ് ഓഫ് ഫൈനൽ ഗുഡ്. എന്താണ് ഫൈനൽ ഗുഡ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫൈനൽ ഗുഡും ഇൻ്റർമീഡിയറി ഗുഡും ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒരു രാജ്യത്ത് ഒരു പർട്ടിക്കുലർ ഇക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂ, അതാണ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം. സിമ്പിൾ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഫൈനൽ ഗുഡ്? അപ്പോൾ ഫൈനൽ ഗുഡും അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഗുഡും അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ഗുഡും. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ദി ഗുഡ്സ് വിച്ച് ആർ റെഡി ഫോർ ദി ഫൈനൽ കൺസംഷൻ. നമ്മൾ ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടല്ലോ, അതാണെന്ത്? ഫൈനൽ ഗുഡ്. സോ ഇറ്റ് ഈസ് എ ടേം, ഇറ്റ് ഈസ് എൻ ഐറ്റം പ്രൊഡ്യൂസ്ഡ് ഫോർ ദി ഡയറക്റ്റ് യൂസ് ബൈ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഗുഡ്സ് ഉണ്ടല്ലോ, ഇതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. സിമ്പിളായിട്ട് ഇൻപുട്സ് ആണ് എന്ത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ നോർമലി ഒരാൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഫൈനൽ കൺസംഷന് വേണ്ടി, അതായത് ഫൈനൽ കൺസംഷൻ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ചപ്പാത്തി യൂസ് ചെയ്യുമ്പോൾ ഈ ചപ്പാത്തി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ എന്താണ്? ഫൈനൽ ഗുഡാണ്. ഫൈനൽ ഗുഡാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ഗുഡ് എന്ന് പറയുന്നത്? ഈ ചപ്പാത്തി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതിൻ്റെ വീറ്റ് പൗഡർ ഉണ്ടല്ലോ, വീറ്റ് പൗഡർ, ഇതാണ് ഇവിടെ എന്ത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കുക, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഫൈനൽ ഗുഡ് ഓർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗുഡ് ഉണ്ടല്ലോ, അതാണ് എന്ത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇപ്പോൾ ചപ്പാത്തി വീറ്റ് പൗഡറിൻ്റെ കേസിൽ ഞാനത് പറഞ്ഞു. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അത് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്, നമുക്കവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ഫൈനൽ ഗുഡ് നമ്മൾ നോർമലി ഇപ്പോൾ ഞാനിട്ട ഷർട്ട്, ഇതെന്താണ്? ഒരു ഫൈനൽ ഗുഡാണ്. ഈ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാബ്രിക് എന്താണ്? അതിൻ്റെ ഒരു ഇൻപുട്ടാണ്, അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ഗുഡാണ്. ഇതെന്താണ്? ഒരു ഫൈനൽ ഗുഡാണ്. ഷർട്ട് ഈസ് എ ഫൈനൽ ഗുഡ്. ദെൻ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതേപോലെ തന്നെ ഇപ്പോൾ ബാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒരു ബാഗിൻ്റെ രൂപത്തിലേക്ക് അത് മാറുമ്പോൾ അതെന്താണ്? ഫൈനൽ ഗുഡാണ്. അപ്പോൾ ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഫൈനൽ ഗുഡ്സ് ആണ്. എന്നാൽ ആ ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ഉണ്ടല്ലോ, ആ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഇൻപുട്സ്, അതാണെന്ത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ നമ്മളിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്
പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇക്കോണമി ഇൻ എ ഇയർ. ഇതിനെയാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം ഓഫ് എ നേഷൻ ഓർ ആൻ ഇക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൽ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഒരു ഇക്കോണമിയിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യും, ഇടപെടും. അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സിഡി പ്രൊവൈഡ് ചെയ്തുകൊണ്ടും ഇൻ്റർവെൻഷൻ നടത്താറുണ്ട്. ഓക്കെ, ടാക്സിലൂടെയും സബ്സിഡിയിലൂടെയും ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റർവെൻഷൻ നടത്താറുണ്ട് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കാതെ എന്ത് ചെയ്യുക, ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇക്കോണമിയിൽ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ ഗവൺമെൻറ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സി ഇവിടെ ടാക്സ്, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ടാക്സ്. ടാക്സ് എന്താ നമുക്കറിയാം, ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെൻറ്റ് വിച്ച് ദി സിറ്റിസൺസ് ഗിഫ്റ്റ് ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് ആളുകൾ കമ്പൽസറിലി മാൻഡേറ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പേയ്മെൻ്റ് ആണ് എന്ത്, ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഒരു ഫാക്ടറീൻ്റെ ഉടമയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് റോ മെറ്റീരിയൽ അവിടുത്തെ കമ്മോഡിറ്റി, ഫൈനൽ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇനിഷ്യലി ഒരു 10% ടാക്സ് ആണ് ഇമ്പോസ് ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. ടോട്ടലായിട്ട് ഇനിഷ്യലി അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണെന്ന് അസ്യൂം ചെയ്യുക. സപ്പോസ് ഈ ഒരു 1000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 100 rupees നമ്മൾ എക്സ്ട്രാ ടാക്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ടാക്സിൻ്റെ പെർസെൻറ്റേജ് 10ൽ നിന്ന് ഒരു 25% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 10ൽ നിന്നൊരു 25% ആയിട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യണം, അഡീഷണലി 250 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അതായത് എൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇനിഷ്യലി 1100 രൂപയായിരുന്നു. ഇപ്പം എൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയായി, 1250 രൂപയായി. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 150 രൂപൻ്റെ വ്യത്യാസം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അഥവാ ഗവൺമെൻറ് അഡീഷണലി കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്ത സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താ ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. സിമിലർലി വാട്ട് അബൌട്ട് ദി സബ്സിഡി? അതായത് നമ്മളിപ്പോൾ പല കാര്യത്തിലും കേട്ടിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക, കുടുംബശ്രീകളിൽ അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾക്കൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പുതിയ പദ്ധതികൾ പ്രകാരം ഗവൺമെൻറ് ഇതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സബ്സിഡി ആയിട്ട് തരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് പറയാണ് അതിൽ ഒരു 20% സബ്സിഡി പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിൽ 2000 രൂപ, 10,000ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 rupees ആണ്. അപ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 rupees ആണ്. അപ്പോൾ 2000 രൂപ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരും. ബാക്കി എത്ര നമ്മൾ എടുത്താൽ മതി? ബാക്കി 8000 രൂപ നമ്മൾ എടുത്താൽ മതി. സപ്പോസ് ഈ സബ്സിഡി 20%ൽ നിന്നൊരു 60% ആയിട്ട് കൂടി എന്ന് വിചാരിക്കുക. ഗവൺമെൻറ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ദി റേറ്റ് ഓഫ് സബ്സിഡി ഫ്രം 20% to 60%. വാട്ട് വിൽ ഹാപ്പൻ? ടോട്ടൽ 10,000 ആണുള്ളത്. അതിൽ 6000 രൂപ ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരും. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 എന്ന് വിചാരിക്കുക. 6000 ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമ്മൾ എത്ര എടുത്താൽ മതി? ജസ്റ്റ് 4,000 rupees എടുത്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, ഇനിഷ്യലി 8000 രൂപയായിരുന്നു പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇപ്പോൾ എത്രയായി? 4,000 rupees ആയിട്ട് കുറഞ്ഞു. അഥവാ സബ്സിഡി കൊടുക്കുന്ന സമയത്ത് അത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കും. എന്നാലോ ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതൊരു എക്സ്ട്രാ ബേർഡൻ ആണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുകളിൽ ചുമത്തുന്നത്. സോ ദാറ്റ് മീൻസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസ്. അപ്പോൾ ടാക്സ് ചുമത്തുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. ഇനി സബ്സിഡി പ്രൊവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കേസ് കൂടി ഒന്ന് ആലോചിച്ച് വെക്കണേ. ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും, അതും മനസ്സിലാക്കണേ. ടാക്സ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ ടാക്സ് കുറയ്ക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ഇനി സബ്സിഡി കൂടുതൽ കൊടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താ ചെയ്യുക? കുറയും. സബ്സിഡി കുറച്ചേ കൊടുക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. സോ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഹിയർ ദർ ഇസ് എ positive relation between the tax and cost of production and a negative relation between the subsidies and cost of production. അത്ര എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഹിയർ exists a positive relation between tax and cost of production
നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സബ്സിഡി ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ? ഇനി ഓരോ പാർട്ടും മനസ്സിലാക്കി തന്നെ പോവാട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ടോപ്പിക് തന്നെ എന്താണ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണല്ലോ. ഇനി ഇതിന്റെ കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. വെൻ ഇറ്റ്സ് കംസ് ടു ദി മേജർ കൺസെപ്റ്റ്സ്, ഇതിന് മുൻപ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇക്കോണമിയിലെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് GDP ഓർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കുക, GDP ഈസ് ദി മണി വാല്യൂ ഓഫ് all final goods and services produced in the domestic territory. Domestic territory ഒരു പർട്ടിക്കുലർ ഇക്കോണമിയിലെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്. GDP ഈസ് ദി മണി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ എന്നാണ്, മറന്നു പോകരുത്. ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓഫ് all final goods and services produced in the domestic territory of a country during an accounting year. ഒരു പർട്ടിക്കുലർ ഇക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ഇക്കോണമിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്നുള്ളതാണ് കേട്ടോ. അത് മറന്നു പോകരുത്. ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് GNP. GDP ഉണ്ട്, GNP ഉണ്ട്. എന്താ ഇത്? ഇത് ഡൊമസ്റ്റിക് ആണ്, ഇതെന്താണ്? നാഷണൽ ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് നാഷണൽ, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺട്രീൻ്റെ ഉള്ളിൽ, നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ. അപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ എന്തോ സംതിങ് ആഡ് ചെയ്യുമ്പോഴാണ് നാഷണലിലേക്ക് അറൈവ് ചെയ്യുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ സിംപ്ലി GDP പ്ലസ് ആ ആഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് GDPയുടെ കൂടെ NFIA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണെന്ത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ GDPയിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് NDP എന്ന് പറയുന്നത്. ഇവിടെ നടുക്കത്തെ ഡിയും എന്നും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞത്, ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഗ്രോസും നെറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതെന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. മനസ്സിലാക്കി വെക്കുക, നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയോ ബാക്കി എന്നർത്ഥം. നെറ്റ് ബാക്കിയുള്ളത്, ബാലൻസ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗ്രോസിൽ നിന്ന് എന്തോ കുറച്ചാൽ ബാക്കി വരുന്നതാണ് എന്ത്? നെറ്റ്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഗ്രോസിൽ നിന്ന് എന്താ കുറയ്ക്കുക? സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൈവ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണെന്ത്? NDP അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണല്ലോ? അതായത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിൽ നിന്ന് തന്നെ മറ്റ് 2 കൺസെപ്റ്റുകൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും അതേപോലെ തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും അതുപോലെ തന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ കാണാൻ വേണ്ടി മാത്രം ഒന്ന് വെച്ചു എന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, GDP മൈനസ് ഡിപ്രീസിയേഷൻ, അതാണെന്ത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻ GDP കാൽക്കുലേഷൻസ് ഡിപ്രീസിയേഷൻസ് അലവൻസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ GDP ഉണ്ടല്ലോ, എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതാണെന്ത്? GDP എന്ന് പറയുന്നത്. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് മെഷീൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അതിലെന്ത് വരും?
ഒരു 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 വിയർ ആൻഡ് ടിയർ കോസ്റ്റ്, അതിനെയാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തേയ്മാനം, അതിൻ്റെ ഒരു എഫിഷ്യൻസി നഷ്ടപ്പെടും. ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻ GDP കാൽക്കുലേഷൻസ് ഡിപ്രീസിയേഷൻസ് അലവൻസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. അതായത് capital goods like machines, equipments, tools, buildings, tractors, etc. get depreciated during the process of production. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ മെഷീൻ നമ്മൾ കുറച്ച് കാലം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് പ്രൊഡക്ഷന് വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഫാക്ടറിയിൽ മിക്സിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ പുതിയൊരു മിക്സി വാങ്ങുന്നു. പിറ്റേ ദിവസം നല്ല പെർഫോമൻസ് ആയിരിക്കും. ടെക്ക് നടിക്കുമ്പോൾ തന്നെ കറന്ന് കറങ്ങിയിട്ട് വേഗം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടും. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ പെർഫോമൻസ് ആണോ ആ മിക്സി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരിക? അല്ല, ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ എഫിഷ്യൻസി എന്താവുന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താവുന്നു, കുറഞ്ഞു വരുന്നു. ഈ ഒരു വിയർ ആൻഡ് ടിയർ ഉണ്ടല്ലോ, ഒരു മെഷീൻ്റെ ഈ ഒരു വിയർ ആൻഡ് ടിയർ, ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഇക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സ്, അതിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്നത്. ഇത് കുറേ കാലം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്താവുന്നു, കുറയുന്നു. ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഓർ ദി ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദി ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഒരു ഫിക്സ്ഡ് ക്യാപിറ്റൽ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീൻ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്താവുന്നു, ലോസ് ചെയ്യപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായി. ഒരുപാട് കാലം ഒരു പർട്ടിക്കുലർ മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷന് വേണ്ടി അത് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ ഔട്ട്, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ GDPയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ അറൈവ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് സിംപ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ NDP എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ GDP, NDP. ഇനി നേരത്തെ പറഞ്ഞ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് GDPയുടെ കൂടെ എന്തോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നാഷണൽ കൺസെപ്റ്റാണ് എന്ത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, GDPയുടെ കൂടെ എന്തോ ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടത്? NFIA അഥവാ NFIA പറഞ്ഞാൽ എന്താ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ GDP പ്ലസ് NFIA ആണ് എന്ത്, GNP. ഇപ്പം തന്നെ പഠിച്ചു പോയിക്കോളാം, മാറ്റി വെക്കരുത്. GDP പ്ലസ് NFIA, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് എന്ത്, GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൽ എന്താണ് NFIA? GDPയുടെ മീനിങ് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഇനി പഠിക്കേണ്ടത് ദി കൺസെപ്റ്റ് NFIA ഓർ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അതായത് എന്തോ രണ്ട് നെറ്റ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും. ഗ്രോസിൽ നിന്ന് എന്തോ കുറച്ചാലാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ നിന്ന് എന്തോ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറൈവ് ചെയ്യുന്ന കൺസെപ്റ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് നെറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്തോ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ NFIA എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണത്? അതാണ് ഞാൻ പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ രാജ്യത്തിലുള്ള ഒരുപാട് ആളുകൾ മറ്റ് ഫോറിൻ കൺട്രികളിൽ പോയിട്ട് ഏൺ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് പൈസ അയക്കുന്നുണ്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്നാൽ മറ്റ് രാജ്യത്തിലുള്ള ആളുകൾ നമ്മളെ രാജ്യത്തിൽ വന്ന് വർക്ക് ചെയ്തിട്ട് അവർ ഏൺ ചെയ്യുന്ന പൈസ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത്, NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഒന്നുകൂടി പറയാം, എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലും ഗൾഫ് പോയിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അത് വീട്ടിലേക്ക് അയക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് അയക്കുക എന്നുള്ളതാണ് അർത്ഥം. അത് ഇങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് അത് NFIAയിൽ ആഡ് ചെയ്യും. എന്നാൽ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അമേരിക്കയിൽ ജനിച്ച് വളർന്ന് ഇവിടെ ജോലി ചെയ്യാൻ ബാംഗ്ലൂർ വന്നിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് എന്ത്, NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇനി ഇതൊന്ന് നോക്കുക. It can be defined as the money value of all goods and services produced by the nationals of the country within the country and outside the country during a year. Or it is the difference between income earned by Indian residents abroad. Income earned by Indian residents abroad minus income earned by non-residents in India. ഇന്ത്യയിലുള്ള ആളുകൾ എബ്രോഡ് പോയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പൈസയിൽ നിന്ന്
മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കൺസെപ്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് NFIA. ഒന്നുകൂടി പറയുന്നു, NFIA ഈസ് നത്തിങ് ബട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻകം ഏൺഡ് ബൈ ഇന്ത്യൻ റെസിഡൻസ് അബ്രോഡ് മൈനസ് ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡൻസ് ഇൻ ഇന്ത്യ. സിമ്പിൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ GDP യിൽ നിന്ന് ഈ NFIA GDP യോട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 3 കൺസെപ്റ്റ് പറഞ്ഞു, GNP, GDP, അതേപോലെ തന്നെ എന്താണ് NDP. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള വേറെ അടുത്തൊരു കൺസെപ്റ്റാണ് എന്ത്, NNP അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ ഓൾറെഡി 3 സംഭവങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? GDP, NDP, അതേപോലെ തന്നെ GNP. ക്ലിയർ ആണല്ലോ. 4മത്തെ ഒരു കൺസെപ്റ്റാണ് NNP അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഗ്രോസിൽ നിന്ന് എന്തോ കുറച്ചാലാണ് നെറ്റ് കിട്ടുക നമുക്കറിയാം. അപ്പോൾ എന്താ കുറയ്ക്കേണ്ടത്? ഗ്രോസിൽ നിന്ന് നെറ്റ് കൺസെപ്റ്റ് കിട്ടാൻ എന്താ കുറയ്ക്കേണ്ടത്? ഡിപ്രീസിയേഷൻ അഥവാ GNP മൈനസ് ഡിപ്രീസിയേഷൻ. അതെന്താണ്? NNP തന്നെയാണ്, അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. വേറൊരു സംഭവമുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് NFIA. ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ കൺസെപ്റ്റിലേക്ക് എത്തും. അപ്പോൾ എന്താണ്? അഥവാ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ് NDPയുടെ കൂടെ അഥവാ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ കൺസെപ്റ്റ് ആയിട്ടുള്ള നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിലേക്ക് എത്തി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡുകളുണ്ട്, 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്, 2 NDP പ്ലസ് NFIA ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി GDP ഇപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞത് 4 കൺസെപ്റ്റ്. ആ 4 കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വരട്ടോ. അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, വേഗം ഒന്ന് മനസ്സിലാക്കി വെക്കുക. GDP, GNP, NDP, NNP. ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഇക്കോണമിയിലെ ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് NFIA ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഡിപ്രീസിയേഷൻ ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അതായത് ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നാഷണൽ കൺസെപ്റ്റിൽ നിന്ന് ഡൊമസ്റ്റിക്കിലേക്ക് അറിവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാഷണലിൽ നിന്ന് ഈ പറയുന്ന NFIA കുറയ്ക്കുകയും ചെയ്യാം. ക്ലിയർ. ഇനി ഗ്രോസിൽ നിന്ന് നെറ്റ് കൺസെപ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രോസിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് കാണുന്നതെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക്കിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെറ്റിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസിലേക്ക് കിട്ടും എന്നുള്ളതും ആലോചിച്ച് വെക്കുക. അപ്പോൾ ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിപ്രീസിയേഷൻ ആണ്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് NFIA ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി വേറൊരു കൺസെപ്റ്റാണ് GDP ഡീഫ്ലേറ്റർ എന്ന് പറയുന്നത്. GDP ഡീഫ്ലേറ്റർ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായ പരിചിതമായിട്ടുള്ള ഇക്വേഷനാണ്. GDP ഡീഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? nominal GDP divided by real GDP into 100. That is the formula for finding the concept GDP deflator. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണ് നോമിനൽ GDP എന്ന് ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്താണ് റിയൽ GDP എന്ന് മനസ്സിലാക്കണം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇക്കോണമിയിലെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയർ പ്രൈസിലാണെങ്കിൽ അതിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഇഫ് ദി GDP ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി കറണ്ട് ഇയർ പ്രൈസ് then it is called നോമിനൽ GDP. ദെൻ വാട്ട് അബൌട്ട് റിയൽ GDP? ഒരു ഇക്കോണമിയിലെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് ഇയർ പ്രൈസിലാണ്, കോൺസ്റ്റന്റ് പ്രൈസിലാണ് എങ്കിൽ അതിനെയാണ് റിയൽ GDP എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രൈസിലാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുക. റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് ഇയർ പ്രൈസിലായിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ബേസ് ഇയർ പ്രൈസ് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ വർഷം ഒരു
1000 യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ വർഷം 2023 ഒരു യൂണിറ്റിന് എന്താ പറയുക 10 രൂപയാണെങ്കിൽ 1000 യൂണിറ്റിന് എത്ര രൂപ വരും? 10,000 രൂപ വരും. ഇതാണ് ആ ഇക്കോണമിയിലെ നോമിനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇക്കോണമിയിൽ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് കറണ്ട് ഇയറിലെ പ്രൈസ് പെർ യൂണിറ്റ് 10 റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 1000 ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു 10,000 റുപ്പീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 1 lakh ആണ്, 10,000 ആണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതിനെയാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. കറണ്ട് ഇയർ പ്രൈസിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോമിനൽ ജി ഡി പി. ഓക്കെ, ഇനി ഇതിനെങ്ങനെ നമുക്ക് റിയൽ ജി ഡി പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ സപ്പോസ് ബേസ് ഇയർ പ്രൈസ്, ഒരു ബേസ് ഇയറിലെ പ്രൈസിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ഇയർ പ്രൈസ് ഫോർ എക്സാമ്പിൾ 2012 ഒരു യൂണിറ്റിന് 5 രൂപയാണ്, 2023 ഒരു യൂണിറ്റിന് 10 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബേസ് ഇയർ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എത്രയേ ഉള്ളൂ? ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് യൂണിറ്റ് 1000 ഉണ്ടല്ലോ, ആ 1000നെ നമ്മൾ 5 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അതായത് ടോട്ടൽ ഒരു ഇക്കോണമിയിൽ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 1000 ആണ്, ഇൻറ്റു കോൺസ്റ്റൻറ്റ് ഇയർ പ്രൈസ്. അതായത് ബേസ് ഇയർ പ്രൈസ് 5 ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 5000. ഓക്കെ, അപ്പോൾ ഒരു ഇക്കോണമിയിൽ ജി ഡി പി ബേസ് ഇയർ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിയൽ ജി ഡി പി. കറണ്ട് ഇയർ പ്രൈസിലാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? നോമിനൽ ജി ഡി പി ആണെന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളൊന്ന് നോക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നോമിനൽ ജി ഡി പിയും അതേപോലെ തന്നെ റിയൽ ജി ഡി പിയും ഉണ്ടല്ലോ, ഇത് തമ്മിൽ ഹരിച്ചിട്ട് അതിനൊരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ജി ഡി പി ഡിഫ്ലേറ്റർ. നോക്കുക, നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ജി ഡി പി ഡിഫ്ലേറ്റർ. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയിൽ എത്രമാത്രം ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പെർസിസ്റ്റന്റ് ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ. അതായത് ഇക്കോണമിയിലെ കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ എത്രമാത്രം ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. ഇക്കോണമിയിലെ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എത്രമാത്രം കൂടിയിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെൻ്റ് ആണ് എന്ത്? ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 100 crore ആണ്, റിയൽ ജി ഡി പി എന്ന് പറയുന്നത് 80 crore ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ്? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. അതായത് 100 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അതായത് 100/80 ചെയ്യുന്ന സമയത്ത് 100ൽ ഒരു തവണ, ദെൻ 80 ശിഷ്ടം 20, 20ൽ പോവില്ല, പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. 200ൽ 2 തവണ, 160, ബാക്കി 40, 400ൽ 5 തവണ, 1.25 ഇൻറ്റു, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 100നെ 80 കൊണ്ട് ഹരിക്കുമ്പോൾ 1.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ലൈക്ക് 125 crore. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇക്കോണമിയിലെ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 135 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇക്കോണമിയിലെ പ്രൈസസിൻ്റെ അളവ് 35% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന വാല്യൂ 150 ആണെങ്കിൽ അതിനർത്ഥം ഇക്കോണമിയിലെ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് കംപ്ലീറ്റ് 50% ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇക്കോണമിയിൽ എത്രമാത്രം ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ത് മറന്നാലും ഈ ഒരു സംഭവം മറക്കരുത്. നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100, ദറ്റ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ആക്ച്വൽ ജി ഡി പി അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ജി ഡി പി. ഓക്കെ, ആക്ച്വൽ ജി ഡി പിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ജി ഡി പിയും. ഓക്കെ, ഇതിനുള്ളൊരു കൺസെപ്റ്റാണ് ആക്ച്വൽ ജി ഡി പി അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ജി ഡി പി. ഇത് വേറെ ടൈമിൽ പറയാം. ജി എൻ പിയിൽ പറയുമ്പോൾ പൊട്ടൻഷ്യൽ ജി എൻ പി എന്നും പറയാം, അതേപോലെ തന്നെ ആക്ച്വൽ ജി എൻ പി എന്നും പറയാം. ഞാനിവിടെ പറയുന്നത്, അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നിങ്ങൾ എടുക്കുക. ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും വാല്യൂ ആണ് ജി ഡി പി അഥവാ ജി എൻ പി എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക, ആക്ച്വൽ ജി ഡി പി ആൻഡ് പൊട്ടൻഷ്യൽ
GDP, actual and potential. Okay. എന്താ ആക്ച്വൽ GDP? ആക്ച്വലി ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ആക്ച്വൽ GDP. ആക്ച്വലി ഈ ഒരു വർഷത്തിൽ ഇക്കോണമിയിൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ആക്ച്വൽ GDP. ദെൻ വാട്ട് അബൌട്ട് പൊട്ടൻഷ്യൽ GDP? ഒരു ഇക്കോണമിയിൽ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുമായിരുന്നുവെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു നാഷണൽ ഇൻകം ഉണ്ട്. അതിനെയാണ് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇക്കോണമിയിൽ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുമായിരുന്നുവെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന GDP, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ GDP. ഇനി ആക്ച്വലി നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ഇൻകം ഉണ്ട്, അതാണ് ആക്ച്വൽ GNP എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDPയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ GDP ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDPയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ GDP ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി GNPന്റെ കേസിൽ ആക്ച്വൽ GNPയും പൊട്ടൻഷ്യൽ GNPയും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ GNP ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണ് GNP ഗ്യാപ്പ്? ആക്ച്വൽ GNPയും പൊട്ടൻഷ്യൽ GNPയും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് GNP ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, നമ്മൾ GDP, NDP, GNP ആൻഡ് NNP ഇത്രയും കൺസെപ്റ്റ് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു. അതേപോലെ തന്നെ നോമിനൽ GDP എന്താണെന്ന് പഠിച്ചു, റിയൽ GDP എന്താണെന്ന് പഠിച്ചു. അതിൽ നിന്ന് തന്നെ നമ്മൾ GDP ഡീഫ്ലേറ്റർ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDP എന്താണെന്ന് പഠിച്ചു. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് GDP ഗ്യാപ്പ് എന്നും പഠിച്ചു. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാഷണൽ ഇൻകം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വരുന്ന ക്ലാസ്സുകളിൽ ഇതിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.